തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യപ്രചാരണം അവസാനിച്ചു. ആവേശം നിറഞ്ഞ കൊട്ടിക്കലാശത്തോടെയായിരുന്നു പരസ്യപ്രചാരണത്തിന്റെ കൊടിയിറക്കം. സ്ഥാനാർത്ഥികൾ മാസത്തോളം നീണ്ട കാടടച്ചുള്ള പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുന്നു. ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് ആ പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുന്നത്. നാളെ ഒരൊറ്റ ദിവസം നിശബ്ദ പ്രചരണമാണ്. അതിനുശേഷം സംസ്ഥാനത്തെ 7 ജില്ലകൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നു. സ്വാഭാവികമായും അനവധിയായ പ്രചാരണ വിഷയങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാറി മറിയുന്നത് നമ്മൾ കണ്ടു. ഇത് തുടക്കത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന ചില ആരോപണങ്ങളും മറ്റുമൊക്കെ ആയിരുന്നെങ്കിൽ അതിനുശേഷം പിന്നീട് മറ്റു ചില വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടം വിഷയമുണ്ടാവുന്നു. ഏതാണ്ട് കഴിഞ്ഞ ഒരു 8-9 ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി കേരള രാഷ്ട്രീയത്തിൽ നിന്നത്. പിന്നീട് രാഹുലിനെ പുറത്താക്കുന്നു. രാഹുലിനെ പുറത്താക്കിയതിനു ശേഷം വീണ്ടും ഒരു പ്രതിരോധത്തിന്റെ മാർഗത്തിലേക്ക് നിന്ന് കടന്നാക്രമണത്തിന്റെ മാർഗത്തിലേക്ക് കോൺഗ്രസ് UDF നീളുന്നു. അവര് മറുചോദ്യം ചോദിച്ചു തുടങ്ങി. എന്തുകൊണ്ട് ഞങ്ങൾ മാതൃകാപരമായി പുറത്താക്കി, നിങ്ങൾ എന്തുകൊണ്ട് സമാനമായ കേസുകളിലുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല, അതിനുള്ള ധൈര്യം നിങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന തരത്തിലേക്ക് എത്തി. ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമി ചർച്ചയിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. അതിന് മറുപടിയായി ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തുന്നു. കോൺഗ്രസും മറ്റും അവരും മറുപടി പറയുന്നു. അത്തരത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതേ വിഷയം തന്നെയായിരുന്നു മുഖ്യമന്ത്രി അതിന്റെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഉയർത്തിയത്. ഒടുവിൽ നോക്കൂ, മുഖ്യമന്ത്രി KC വേണുഗോപാൽ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള MP-മാരെ വികസന വിഷയത്തിൽ പരസ്യ സംവാദത്തിന് ക്ഷണിക്കുന്നു. അങ്ങനെ അനവധിയായ പ്രചാരണ വിഷയങ്ങൾ മാറി വന്ന ഒരു മാസമാണ് അവസാനിക്കുന്നത്. നാളെ ഒരൊറ്റ ദിവസം മാത്രമാണ് ബാക്കി. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ 7 ജില്ലകൾ ആർക്കൊപ്പം നിൽക്കും, ആർക്കൊപ്പം ചിന്തിക്കുമെന്നത് വലിയ കൗതുകമുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിലെ തന്നെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ആരെ തുണയ്ക്കുമെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ശ്രദ്ധേയമായ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം. അവിടെ കഴിഞ്ഞ തവണ 52 എന്നൊരു സീറ്റിൽ അവരുടെ ഒരു കേവല ഭൂരിപക്ഷം LDF ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, പക്ഷേ LDF ആണ് ഭരിച്ചത്. അങ്ങനെയൊക്കെ ആകുമ്പോഴും തുടർച്ചയായി 45 വർഷം ഭരിച്ച കോർപ്പറേഷൻ വീണ്ടും ഇത്തവണ LDF തന്നെ ഭരിക്കുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അതോ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാകുമോ? UDF ഒക്കെ അവകാശപ്പെടുന്ന പോലെ കേവലം 10 എന്ന് പറയുന്ന സീറ്റിൽ നിന്ന് വലിയൊരു കുതിപ്പിലേക്ക് UDF എത്താൻ സാധിക്കുമോ? അതോ BJP സ്വപ്നം കാണുന്നത് പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ല തന്നെ പറഞ്ഞാൽ 4 നഗരസഭകളുണ്ട്. 4 നഗരസഭകളും നിലവിൽ LDF-നൊപ്പമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്താൽ എന്നും എക്കാലവും തിരുവനന്തപുരം ഇടതുപക്ഷത്തെ പൂകിയിട്ടുള്ള, ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. അത്തരമൊരു പ്രതീക്ഷ, ആത്മവിശ്വാസം, ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുന്നത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആത്മവിശ്വാസ പ്രകടനവും നമുക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ആത്മവിശ്വാസം LDF-നെ തുണയ്ക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. ഭരണ നേട്ടങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് നമുക്കറിയാവുന്നതുപോലെ LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാത്രമല്ല പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ അവർ ഉയർത്തുന്നുമുണ്ട്. എന്തായാലും ഭരണപക്ഷത്തിനെതിരെ ഒരു ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ